എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ചുറ്റുമുള്ള പല ബന്ധങ്ങളും, അത് ദാമ്പത്യമാവട്ടെ, സൗഹൃദമാകട്ടെ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളാകട്ടെ, പെട്ടെന്നൊരു ദിവസം തകർന്നു പോകാറുണ്ട്. നമ്മൾ വിചാരിക്കും വലിയ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. എന്നാൽ പലപ്പോഴും സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാകും, വലിയ പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മൾ ദിവസേന സംസാരിക്കുമ്പോൾ വരുത്തുന്ന ചില ചെറിയ കമ്മ്യൂണിക്കേഷൻ തെറ്റുകളാണ് ആ ബന്ധങ്ങളുടെ അടിത്തറ ഇളക്കുന്നതെന്ന്. വാക്കുകൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ ജീവിപ്പിക്കാനും കഴിയും. അതേ വാക്കുകൊണ്ട് തന്നെ അയാളുടെ മനസ്സ് തകർക്കാനും കഴിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അറിയാതെ പോലും നമ്മൾ വരുത്താൻ സാധ്യതയുള്ള ബന്ധങ്ങളെ തകർക്കുന്ന 5 പ്രധാന കമ്മ്യൂണിക്കേഷൻ തെറ്റുകളെ കുറിച്ചാണ്. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ തെറ്റാണ് നമ്മൾ കേൾക്കാൻ തയ്യാറാകാതിരിക്കുക എന്നത്. പലപ്പോഴും പങ്കാളിയോ സുഹൃത്തോ നമ്മളോടൊരു സങ്കടമോ പരാതിയോ പറയുമ്പോൾ അവർ എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. പകരം അവർ പറഞ്ഞു നിർത്തുമ്പോൾ തിരിച്ച് എന്തു മറുപടി കൊടുക്കണം, നമ്മൾ എങ്ങനെ ജയിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഓടുന്നത്. ഒരു കാര്യം ഓർക്കുക, പലർക്കും വേണ്ടത് നിങ്ങളുടെ ഉപദേശങ്ങളോ പരിഹാരങ്ങളോ അല്ല. തങ്ങളെ കേൾക്കാൻ, മനസ്സിലാക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇനി അവർ സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് പൂർണ്ണമായി അവരിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അവർ പറഞ്ഞു തീരുന്നത് വരെ തടസ്സപ്പെടുത്താതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് വ്യക്തിപരമായ ആക്രമണം എന്നുള്ളത്. നീ കാരണം മാത്രമാണ് ഇത് സംഭവിച്ചത് എന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ആ വിഷയത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, പകരം ആ വ്യക്തിയെയാണ്. ഉദാഹരണത്തിന്, നീ എപ്പോഴും ഇങ്ങനെയാണ്, നിനക്കൊന്നിനൊരു ഉത്തരവാദിത്വമില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ, ന്യൂസ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാം. ഇത് കേൾക്കുന്ന വ്യക്തി ഉടനെ തന്നെ പ്രതിരോധത്തിലാവും. പിന്നെ അവിടെ ഒരു ആരോഗ്യകരമായ ചർച്ച നടക്കുകയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ വാചകങ്ങളുടെ ശൈലിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നീ എന്നെ വിളിച്ചില്ല എന്ന് പറയുന്നതിന് പകരം നീ വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. അവിടെ കുറ്റപ്പെടുത്തലുകളില്ല, പകരം നിങ്ങളുടെ വികാരമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലെ ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് മൗനം കൊണ്ട് നേരിടുക എന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സംസാരിക്കാതെ മുഖം കറുപ്പിച്ച് നടക്കുക, ചോദിക്കുന്നതിന് മറുപടി നൽകാതിരിക്കുക, ഇതിനെയാണ് നമ്മൾ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളിൽ പലരും വിചാരിക്കും മിണ്ടാതിരുന്നാൽ പ്രശ്നം തീരുമെന്ന്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നതും ഒരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് മറ്റേ വ്യക്തിയിൽ വലിയ മാനസിക സമ്മർദ്ദവും ദേഷ്യവും ഉണ്ടാക്കും. ഇത് അവർ തമ്മിലുള്ള അകൽച്ച കൂട്ടാൻ മാത്രമേ സഹായിക്കൂ. ഇനി മുതൽ ദേഷ്യം വരുമ്പോൾ മാറി നിൽക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് പങ്കാളിയോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് വ്യക്തമായി പറയണം. എനിക്കിപ്പോൾ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കുറച്ചു കഴിഞ്ഞ് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. അല്ലാതെ പൂർണ്ണമായും മൗനം കൊണ്ട് നേരിടാതിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ തെറ്റാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരിക എന്നത്. ഇന്ന് നമ്മളൊരു പുതിയ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെ ഒരു പുതിയ പ്രശ്നത്തെ നേരിടുമ്പോൾ 2 വർഷം മുമ്പ് നടന്ന മറ്റൊരു തെറ്റ് ഇതിലേക്ക് വലിച്ചൊഴിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട്. അന്ന് നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ. ഇത് ഇപ്പോൾ നടക്കുന്ന വിഷയത്തിന്റെ ചർച്ചയുടെ ദിശ മാറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയും ചെയ്യും. പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ മുൻപ് മാപ്പ് നൽകിയ കാര്യങ്ങൾ പോലും വീണ്ടും മുറിവുകളായി മാറും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ശീലം
നിങ്ങളിൽ നിന്ന് മാറ്റുക. നിലവിലുള്ള പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെ അവിടെ തന്നെ വിടുക. 5ാമത്തെ മിസ്റ്റേക്കാണ് നമ്മുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുമെന്ന് കരുതുന്നത്. ഈ ഒരു വിഷയം വളരെ രസകരമായതും എന്നാൽ അത്ര തന്നെ അപകടകരമായത് തെറ്റാണ്. ഞാൻ പറയാതെ തന്നെ അവർക്കിതെന്നെ മനസ്സിലാക്കിക്കൂടെ എന്നുള്ള ചിന്ത. നമ്മുടെ മനസ്സിലെ വിഷമമോ ആവശ്യങ്ങളോ നമ്മൾ തുറന്നു പറയില്ല, പക്ഷെ മറ്റേയാൾ ദൂഹിച്ചെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യും. അതവർ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. മനുഷ്യർക്ക് ആർക്കും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോവുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ, വിഷമങ്ങൾ എന്നിവ കൃത്യമായ വാക്കുകളിൽ തുറന്നു പറയുക. തുറന്ന സംസാരമാണ് ഏതൊരു നല്ല ബന്ധത്തിന്റെയും വിജയം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ സംസാരമാണ് അയാളുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും നിശ്ചയിക്കുന്നത്. നമ്മുടെ വാക്കുകൾ അത്രമേൽ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ്. ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാൽ അത് നിലനിർത്താൻ പരസ്പര ബഹുമാനത്തോടെയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. തെറ്റുകൾ എല്ലാവർക്കും പറ്റാം, പക്ഷെ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഇന്നു മുതൽ നമ്മളോട് സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് കുറച്ചുകൂടെ മൂല്യം നൽകാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല ചിന്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.